സോളാർ കേസിൽ ഒത്തുതീർപ്പിനായി എം.ആർ. അജിത് കുമാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പരാതിക്കാരി. എതിരെയുള്ളവർ സ്വാധീനമുള്ളവരായതിനാൽ മൊഴി നൽകുമ്പോൾ സൂക്ഷിക്കണമെന്ന് അജിത് കുമാർ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ 2 പേർക്ക് വേണ്ടിയാണ് അജിത് കുമാർ സംസാരിച്ചത്. പി.വി. അൻവർ പറഞ്ഞത് അവഗണിക്കാനാകില്ല എന്നും സോളാർ കേസിലെ പരാതിക്കാരി 24-നോട് പറഞ്ഞു. സോളാർ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് എം.ആർ. അജിത് കുമാർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നേരത്തെ തൊട്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാരായിരുന്നല്ലോ. ഈ കേസ് ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റീസ് ആണ്. അവരുടെ കേസിനകത്ത് നമ്മൾ പോലീസിലൊക്കെ മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിന് മൊഴി കൊടുക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൊഴി മാറ്റാൻ പുള്ളി പറഞ്ഞിരുന്നല്ലേ? അതെ, പുള്ളിക്കെതിരെ നമ്മൾ പെറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ, അതും വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ നീക്കം അത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആയിരുന്നോ അതോ പുള്ളി സംസാരിച്ചത് മെയിൻലി 2 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു. സലിം മലിക് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലിം മലിക്, എന്തൊക്കെയാണ് പരാതിക്കാരി പറയുന്നത്? വേണു, ഇതുമായി ബന്ധപ്പെട്ട് സോളാർ കേസിലെ പരാതിക്കാരി പറയുന്നത് ഏറെക്കുറെ പി.വി. അൻവർ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. എം.ആർ. അജിത് കുമാർ ഈ വിഷയത്തിൽ സോളാർ കേസിൽ ചില ആളുകൾക്കായി ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. പരാതിക്കാരിയുമായി ഇടപെട്ടിരുന്നു എന്നൊരു വെളിപ്പെടുത്തലായിരുന്നു പി.വി. അൻവർ നടത്തിയത്. അത് ഏറെക്കുറെ ശരിവെക്കുകയാണ് സോളാർ പരാതിക്കാരി തന്നെ. എം.ആർ. അജിത് കുമാർ ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടായിരുന്നു വിളിച്ചത്. മാത്രമല്ല, ഇതിലെ ഈ കേസിൽപ്പെട്ട പ്രതികളായിട്ടുള്ളവർ വലിയ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ മൊഴി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നുകൂടി എം.ആർ. അജിത് കുമാർ പറഞ്ഞു എന്ന് പറയുന്നു. മാത്രമല്ല, അത്രയധികം സമ്മർദ്ദം തനിക്ക് മുകളിലുണ്ടായിരുന്നു. തന്നെ മാത്രമല്ല, താനുമായി ബന്ധപ്പെട്ടവരെയും തൻ്റെ ബന്ധുക്കളെയും ഒപ്പം സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് നിരന്തരമായി സമ്മർദ്ദപ്പെടുത്തി. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു വേള കേസ് പിൻവലിച്ചാലോ എന്ന് പോലും ആലോചിച്ചു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ മൊഴി കൊടുത്തതിൻ്റെ മൊഴിപ്പകർപ്പ് ഉൾപ്പെടെ എം.ആർ. അജിത് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ വാട്സാപ്പിലൂടെയാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഡിജിറ്റൽ രേഖകളൊക്കെ ഇപ്പോഴും തൻ്റെ പക്കലുണ്ട് എന്നുകൂടി സോളാർ പരാതിക്കാരി പറയുന്നു. മാത്രമല്ല, പ്രധാനമായും 2 പേർക്ക് വേണ്ടിയാണ് വിളിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ കെ.സി. വേണുഗോപാലാണ് എന്നുകൂടി പറയുന്നു. അങ്ങനെ ഒരു ആരോപണം തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പി.വി. അൻവറും ഉന്നയിച്ചത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള ആരോപണം അതേ മട്ടിൽ തന്നെ ശരിവെക്കുകയാണ് ഇപ്പോൾ സോളാർ പരാതിക്കാരിയും. അതേസമയം അതിലെ പ്രതിപക്ഷത്തിൻ്റെ വാദം ഇതിൽ പി.വി. അൻവർ ഇപ്പോഴും CPIM ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയത്തിൽ സോളാർ വിവാദം കൂടി എടുത്തിട്ടത് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും അതിൽ പ്രതിപക്ഷത്തെയും ഒപ്പം കെ.സി. വേണുഗോപാലിനെയും കൂടി പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പി.വി. അൻവർ നടത്തിയത്. അത് ശരിവെക്കുകയാണ് ഇപ്പോൾ സോളാർ പരാതിക്കാരിയും. വേണു, ശരി. സലിം മലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.